ലാൻഡ് റോവറും കോടതി കയറുമ്പോൾ പിന്നിലാര്? സിനിമാ നടന്മാരുടെ വസതികൾ ഉൾപ്പെടെ 30-ലധികം സ്ഥലങ്ങളിൽ സംസ്ഥാനം വ്യാപകമായി നടത്തിയ റെയ്ഡുകളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഭൂട്ടാനിൽ നിന്നും കള്ളക്കടത്ത് നടത്തിയതായി സംശയിക്കുന്ന 36 ഉയർന്ന മൂല്യമുള്ള സെക്കൻഡ് ഹാൻഡ് കാറുകൾ കൊച്ചിയിലെ കസ്റ്റംസ് കമ്മീഷണറേറ്റ് പിടിച്ചെടുത്തു. നുംകോർ ഓപ്പറേഷൻ നുംകോർ എന്താണ്? ഭൂട്ടാനിൽ നുംകോർ എന്നാൽ വാഹനം എന്നാണ് അർത്ഥം. ആ രഹസ്യനാമത്തിൽ നടത്തിയ ഈ ഓപ്പറേഷനിൽ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയ ഡാറ്റാബേസിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതും കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഒരു കള്ളക്കടത്ത് ശൃംഖല വഴി കേരളത്തിലേക്ക് കടത്തിയതായി സംശയിക്കുന്നതുമായ 150 മുതൽ 200 വരെയുള്ള വാഹനങ്ങളുടെ പട്ടിക അടിസ്ഥാനമാക്കി കസ്റ്റംസ് ടീമുകൾ സംസ്ഥാനത്തുടനീളം വലിയൊരു പരിശോധന നടത്തി. മോട്ടോർ വാഹന വകുപ്പ്, ഭീകരവിരുദ്ധ സ്ക്വാഡ്, കേരള പോലീസ് എന്നിവർ സംയുക്തമായി നടത്തിയ റെയ്ഡ് നടന്മാരായ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. നടൻ പൃഥ്വിരാജിന്റെ കൊച്ചിയിലെ വസതിയിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയെങ്കിലും ഒരു വാഹനവും പരിസരത്തു നിന്നും കണ്ടുകെട്ടിയില്ല. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പോലുള്ള ഏജൻസികൾ ഈ വാഹനങ്ങൾ ഉപയോഗിച്ച് കള്ളക്കടത്ത് നടത്തിയ സ്വർണം, മയക്കുമരുന്ന് എന്നിവയുൾപ്പെടെയുള്ള കള്ളക്കടത്ത് വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇത് ദേശീയവും സാമ്പത്തികവുമായ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണ്. റെയ്ഡുകളിൽ സംശയിക്കപ്പെടുന്ന കള്ളപ്പണം വെളുപ്പിക്കലും വലിയ തോതിലുള്ള ചരക്ക് സേവന നികുതി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. കള്ളക്കടത്തിൽ നിന്ന് വരുമാനം തീവ്രവാദ ഫണ്ടിലേക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണത്തിനിടെ ഈ സാധ്യത പരിശോധിക്കുമെന്നാണ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് വ്യക്തമാക്കിയത്. കസ്റ്റംസിന് പിന്നാലെ ഇഡിയും ESIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പും വൈകാതെ പരിശോധനകൾ നടത്തിയേക്കും. ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാവും കേസിൽ NIA, CBI തുടങ്ങിയവയുടെ അന്വേഷണം ഉണ്ടാകുമോ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷണം NIA ആയിരിക്കും നടത്തുക. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, സൈന്യം, US, UK എംബസികൾ തുടങ്ങിയവയുടെ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് വാഹന ഇടപാട് നടത്തിയെന്ന് തെളിഞ്ഞാൽ അത് CBI അന്വേഷിക്കും. എന്തായാലും ഭൂട്ടാൻ വാഹന ഇടപാടിലെ അന്വേഷണം ഉടനൊന്നും അവസാനിച്ചേക്കില്ല എന്ന സൂചനകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നത്. കേസിൽ പ്രഥമ ദൃഷ്ടിയ വിദേശ നാണ്യ വിനിമയ നിയമത്തിന്റെ ലംഘനമുണ്ടെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് ഇഡിയുടെ ഭാഷ്യം. ദുൽഖറിൽ നിന്നും കസ്റ്റംസ് നേരത്തെ പിടിച്ചെടുത്ത 3 കാറുകളുമായി ബന്ധപ്പെട്ട പണമിടപാടുകളാണ് ED സംഘം പരിശോധിച്ചതെന്നാണ് സൂചനകൾ. ദുൽഖറിന്റെ 2 ലാൻഡ് റോവർ ഡിഫൻഡർ, ഒരു നിസാൻ പെട്രോൾ എന്നിവ കസ്റ്റംസ് പിടിച്ചെടുത്തിരുന്നു. ഇതിലെ 2004 മോഡൽ ഡിഫൻഡർ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത്. ദുൽഖറിന് വാഹനം വിട്ടുകൊടുക്കുന്ന കാര്യം പരിഗണിക്കാൻ കസ്റ്റംസിനോട് ഇതിനായി അപേക്ഷ നൽകാനും ദുൽഖറിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിറ്റേന്നാണ് ED റെയ്ഡ് നടത്തുന്നത്. രാവിലെ 7 മണിയോടെ എത്തിയ ED സംഘം ദുൽഖറിന്റെ ഇളംകുളത്തുള്ള വീട്ടിലും പനമ്പള്ളി നഗറിൽ മമ്മൂട്ടിയും കുടുംബവും താമസിച്ചിരുന്ന വീട്ടിലുമാണ് പരിശോധന നടത്തിയത്. ഭൂട്ടാൻ, നേപ്പാൾ എന്നിവിടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന പഴക്കം ചെന്ന ആഡംബര കാറുകൾ ഉയർന്ന വിലയ്ക്ക് സെലിബ്രിറ്റികൾക്ക് അടക്കം നൽകുന്ന സംഘത്തെക്കുറിച്ചാണ്
അന്വേഷണമെന്നാണ് കസ്റ്റംസും ഇഡിയും പുറത്തു പറഞ്ഞിരിക്കുന്നത്. പുറകെ ആരൊക്കെ കേരളത്തിൽ എത്തുമെന്ന് കണ്ടറിയണം. എന്താണ് ഭൂട്ടാൻ വാഹനക്കടത്ത്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ അമേരിക്കൻ എംബസികൾ, വിദേശകാര്യ മന്ത്രാലയം തുടങ്ങിയവയുടെ സ്ഥാപനങ്ങളുടെ പേരുകൾ, സീലുകൾ, ചിഹ്നങ്ങൾ എന്നിവ വ്യാജമായി നിർമ്മിച്ച് ഇവിടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രേഖകൾ കെട്ടിച്ചമച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത്. ഹാക്കിംഗ് വഴിയോ അല്ലെങ്കിൽ റാക്കറ്റ് മോളുകൾ വഴിയോ ആയിരിക്കണം പരിവാഹൻ പോർട്ടലിലും കൃത്രിമത്വം നടന്നിരിക്കുക. 2014 നിർമ്മിച്ച ഒരു വാഹനം 2005 ആദ്യ ഉടമയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തി. വിവിധ സംസ്ഥാനങ്ങളിലെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുകളിൽ അത്തരം നിരവധി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണോ എന്ന ആശങ്ക പടരുകയാണ്. 3 വർഷമോ അതിൽ കൂടുതലോ ഉപയോഗിച്ച വാഹനങ്ങൾ 160% തിരുവയടച്ചാൽ ഇറക്കുമതി ചെയ്യാനും രജിസ്റ്റർ ചെയ്യാനും അനുവദിക്കുന്ന ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ് വ്യവസ്ഥ പ്രകാരം ഒഴികെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. എന്നാൽ കർശനമല്ലാത്ത ഇന്തോ ഭൂട്ടാൻ അതിർത്തിയും ഭൂട്ടാന്റെ കുറഞ്ഞ ഇറക്കുമതി തിരുവാ വ്യവസ്ഥയും കള്ളക്കടത്തുകാർക്ക് ഈ പാതയിലൂടെ എളുപ്പം കടന്നുവരാൻ വഴിയൊരുക്കി. ഇനി എന്താ? പിടിച്ചെടുത്ത എല്ലാ വാഹനങ്ങളുടെയും ഉടമകൾ സാധുവായ രേഖകൾ ഹാജരാക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് നിയമ നടപടികൾക്ക് കാരണമാകും. കസ്റ്റംസ് ആക്ട് പ്രകാരം അറസ്റ്റ് പോലും സംഭവിക്കാം. അതവർ മനഃപൂർവ്വം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഈ വാഹനങ്ങൾ വാങ്ങിയ ഉയർന്ന ആസ്തിയുള്ള പല വ്യക്തികൾക്കും പണമിടപാടുകളോ അത് തെളിയിക്കാൻ രേഖകളോ ഇല്ലെന്നാണ് കസ്റ്റംസ് കമ്മീഷണറേറ്റ് വ്യക്തമാക്കുന്നത്. ആഡംബര കാറുകളിൽ എല്ലാം കണ്ണുവച്ച നുങ്കോർ കേരളത്തിൽ നിന്നും വെറുതെ ഇറങ്ങിപ്പോവാൻ സാധ്യതയില്ല. ഒരു ലാൻഡ് റോവറും 3-4 സെലിബ്രിറ്റികളും മാത്രമാണോ? കേരളം കണ്ട എത്രയോ ആഡംബര കാറുകൾ ഇനിയുമുണ്ട്.